സൈബർ അന്ധ വെട്ടിക്കിളികൾ, രാജഭക്തന്മാർ, അന്തംകമ്മികൾ മമ്മൂട്ടിയെ ഇപ്പോൾ തെറിവിളിക്കുകയാണ്. മമ്മൂട്ടിയെ ആഘോഷിച്ചവരാണ് ഇന്ന് മമ്മൂട്ടിയെ തെറിവിളിക്കുന്നത്. കാരണം എന്താണ്? മമ്മൂട്ടി സത്യം തുറന്നു പറഞ്ഞു. 750 കോടി രൂപ ജനങ്ങളുടെ പണമാണ്, അല്ലാതെ ഒരു രാജാവിൻ്റെയും ഒരു പാർട്ടി നേതാക്കളുടെയും പണമല്ല. സഹജീവികളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്ത പണമാണ്. ഉറ്റവരെയും കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ പണം കൊടുത്തത്. അല്ലാതെ സ്വന്തം പാർട്ടിക്കാർക്ക് ആഘോഷിക്കാനല്ല. 50 കോടിയോ മറ്റോ മുടക്കി കുറേ കാര്യങ്ങളൊക്കെ ഊറ്റാലിങ്കലിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം സ്വന്തമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. മമ്മൂട്ടി സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു. മമ്മൂട്ടിയെ വെച്ച് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തിയത് CPM ആണ്, റഫീഖിനെ പോലുള്ള ആൾക്കാരാണ്. അതിന് കണക്കിന് കിട്ടുകയും ചെയ്യും. സർക്കാരിന്റെ പ്രവർത്തനമൊക്കെ മനുഷ്യനെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ആവശ്യമുള്ളത്. ഭക്ഷണം മാത്രം കിട്ടുന്നവരുണ്ട്, ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കിട്ടുന്നവരുണ്ട്, ഇത് മൂന്നും കിട്ടുന്നവരുണ്ട്. പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ പാർപ്പിടം, ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നിരാശ്രയരായ ഇങ്ങനെ ഒരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കി ഇത് ജനങ്ങളുടേതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ ഇത് നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.